ഇത് കണ്ണൂർ വെട്ടുകല്ല് കൊണ്ട് പണിത ഒരു എക്കോ ഫ്രണ്ട്ലി വീടാണ്. ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് മഡ് പ്ലാസ്റ്ററിംഗ് ആണ്. പൂർണ്ണമായും സുർക്കി മിശ്രിതത്തിൽ തേച്ചിരിക്കുന്ന ഒരു വീടാണിത്. മഡിൻ്റെ ടെക്സ്ചർ നിങ്ങൾ നോക്കി അറിയാം. 2 തരത്തിലുള്ള മണ്ണ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ 2 തരത്തിലുള്ള ടെക്സ്ചറുകളും നിങ്ങൾക്ക് ഈ ഭിത്തിയിൽ കാണാനായിട്ട് സാധിക്കും. ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷിൽ തന്നെ, അതായത് സാധാരണ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ അത്രയും തെളിമയോടെ, അത്രയും ക്ലാരിറ്റിയോട് കൂടി തന്നെ, അത്രയും ഗ്ലേസിങ്ങോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് മണ്ണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ എടുത്ത മണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനെ സുർക്കി മിശ്രിതമാക്കി മാറ്റി ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മണ്ണിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട്, അതായത് നിങ്ങൾ നോക്കിയാൽ അറിയാം, മണ്ണ് തേച്ചിരിക്കുന്ന കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മഡ് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന വീടുകളിൽ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിന് ചേരുന്ന രീതിയിലുള്ള ജനാലുകളുടെ ഡിസൈനുകൾ, കർട്ടനുകൾ ഇതൊക്കെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നിങ്ങൾ നോക്കി അറിയാം, ആ മഡ് പ്ലാസ്റ്ററിങ്ങിന് ചേരുന്ന രീതിയിലുള്ള കർട്ടനുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ താഴത്തെ ഇതുണ്ട്, നമ്മൾ താഴെ ടൈൽ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ടൈൽ വർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു അടിയോളം നമ്മൾ വൈറ്റ് കളറിൽ ഒരു പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ കോർണറുകളിലും നമ്മൾ വൈറ്റ് കളറിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വൈറ്റ് കളറിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ സിമൻ്റാണ്. അതായത് മഡ് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് കോർണറുകൾ, ഷാർപ്പായിട്ടുള്ള കോർണറുകൾ, അതായത് വക്കുകൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ എവിടെയെങ്കിലും കൈ തട്ടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊട്ടിപ്പോകാം. എന്ന് വെച്ചാൽ ചുമ്മാ പൊട്ടുക എന്നുള്ളതല്ല, കട്ടിയുള്ള വസ്തുക്കൾ എവിടെയെങ്കിലും തട്ടിയാൽ പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് കോർണർ പിടിച്ചു കഴിഞ്ഞാൽ അതൊരു സുഖമാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കോർണറുകൾ ഇതുപോലെ തന്നെ സിമൻറ്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ തറ നോക്കി അറിയാം, തറയിൽ നമ്മൾ ടൈലൊക്കെ ഉണ്ട്. തറയിൽ ഇനി വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശങ്ങൾ വരിക, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കഴുകണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാത്തിനും വെള്ളത്തിൻ്റെ അംശം പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മളൊരു 1 ഫീറ്റ് എടുത്ത് നമ്മൾ ഇതേ ഹൈറ്റിൽ തന്നെ സിമെൻറ്റിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് കോർണർ ചെയ്ത് നല്ല കർട്ടൻ വിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും മഡ് പ്ലാസ്റ്റർ ഹൗസുകൾക്ക്. ഇത്തരം വീടുകളുടെ ഉള്ളിൽ താമസിക്കാനായിട്ട് നല്ല തെളിമയും നല്ല സുഖവുമാണ്. ഇതിനകത്ത് ചൂട് അത്രയ്ക്ക് വരില്ല. പിന്നെ ഈ വീടിൻ്റെ സീലിംഗ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫില്ലർ സ്ലാബ് മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ചട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഓടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വീട് പണിതത് കോട്ടയം കോസ്റ്റ് ഓഫ് ഫോർഡാണ്. ഫുള്ള് മഡ് പ്ലാസ്റ്ററിങ് ആണ് ചെയ്തിരിക്കുന്നത്. തടി കൊണ്ടുള്ള സ്വിച്ച് ബോക്സുകൾ, അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഡിസൈൻ, ഒരു പീകോക്ക് ഡിസൈനും എല്ലാം അവർ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.